എൻ്റെ പേര് ഫൈസ്. ഞാൻ വരുന്ന മാപ്കോ എക്സ്പോർട്സ്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ MSME DFOയും പീപ്പിൾസ് ഫൗണ്ടേഷൻ ഒരുമിച്ച് നടത്തിയ 5 ദിവസത്തെ എക്സ്പോർട്ട് ഓറിയൻറ്റേഷൻ സെഷൻ പങ്കെടുത്ത ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. ഈ ഒരു ഓറിയൻറ്റേഷൻ സെഷനിൽ പങ്കെടുത്തതിന് ശേഷം ആസ് എ ട്രേഡർ എന്നുള്ള നിലക്കാണ് നമുക്ക് ഇത് യൂസ്ഫുള്ളായത്, ഈ ഒരു സെഷൻ യൂസ്ഫുള്ളായത്. നമ്മൾ സെഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം എന്തെന്ന് വെച്ചാൽ, അത് ഏതൊരു ഒരു ബിഗിനർ മാനുഫാക്ചറിങ് കമ്പനിക്ക് പോലും ഈ ഒരു എക്സ്പോർട്ട് എങ്ങനെ ചെയ്യാം, എന്താണ് അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ്, എന്താണ് അതിൻ്റെ ബാക്കി കംപ്ലയൻസസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരു സെഷൻ കൊണ്ട് ഹെൽപ്പ് ചെയ്യും. കമ്പനി മാപ്കോ എക്സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, റാൻഡമായിട്ട് നമുക്ക് പല എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ എൻക്വയറീസ് വരും, അത് എക്സ്പോർട്ട് ചെയ്യാൻ ഉള്ള രൂപത്തിൽ. നമ്മളത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ എൻക്വയറി വരുന്നു, നമ്മൾ ഡീപ്പായിട്ട് അതിൻ്റെ സോഴ്സ് തപ്പിപ്പോന്നു. ആ സോഴ്സ് നമ്മൾ സ്ട്രോങ് ആക്കി എടുക്കായിരുന്നു 1 വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. നമ്മൾ ഈ ഒരു സെഷന് പങ്കെടുത്തപ്പോൾ നമുക്കാണെങ്കിലും കുറേ കേസ് സ്റ്റഡീസ് കിട്ടി. അത് ഇനി ഭാവിയിൽ നമുക്കൊരു പ്രശ്നം വരികയാണെങ്കിൽ ആ ഒരു കേസ് സ്റ്റഡി മാത്രം വെച്ച് നമുക്ക് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. ഈ ഒരു ഓറിയൻറ്റേഷൻ സെഷനിൽ പങ്കെടുത്തതിന് ശേഷം നമ്മളെ കമ്പനി നല്ല രൂപത്തിൽ നമ്മളെ സ്ട്രാറ്റജി മാറ്റിയിട്ടുണ്ട്. 1 വർഷമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത നമ്മളെ സോഴ്സിങ് പവർ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇൻ്റർനാഷണലി വരുന്ന എൻക്വയറീസ് നമ്മൾ നേരെ അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് നമ്മളൊരു സോഴ്സിങ് ഹബ്ബായി നിന്നുകൊണ്ട് സോഴ്സ് ചെയ്ത് ഇവിടുന്ന് ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ഇതേപോലത്തെ ബിസിനസ് സെഷനുകൾ നടത്തുന്നതിന് വേണ്ടി MSME DFOയ്ക്കും പീപ്പിൾസ് ഫൗണ്ടേഷനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.